മറന്നല്ലോ. മാമോളെ ഇരിക്കൂ. അച്ഛനും ചേട്ടനും ഒക്കെ നിന്നെ കണ്ടാൽ എന്ത് സന്തോഷമായിരിക്കും. നീ ഒറ്റയ്ക്കാണോ വന്നത്? ഭാസ്കരൻ എവിടെ? നേതാവ് കരങ്ങൾക്ക് ശക്തി കൂട്ടുന്ന തിരക്കിലായിരിക്കും. നിങ്ങളൊന്ന് ചുമ്മാതിരിക്കും. മോൾ എത്ര നാളിന് ശേഷമാവും നീ ഇങ്ങോട്ട് വന്നതെന്നറിയാമോ? വരേണ്ടത് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ ആ വരവിന് ഒരു അന്തസ്സുണ്ടായിരിക്കണമായിരുന്നു. ഞാൻ വന്നത് ഡാഡിക്ക് ഇഷ്ടമില്ലല്ലേ? അല്ല, നീ പോയ വഴിയാണ് ഇഷ്ടമല്ലാത്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം പുകഞ്ഞ പുള്ളി പുറത്താണ് എന്ന്. ഡാഡി വിഷമിക്കണ്ട, ഞാനിവിടെ താമസിക്കാൻ വന്നതല്ല. അതിനുള്ള അവകാശം നഷ്ടപ്പെടുത്തിയത് നീ തന്നെ. ചേട്ടാ, ഇന്റർനാഷണൽ ഫിഗറിന്റെ ഫോട്ടോ ഇന്ന് ഈയിടെയായി പത്രത്തിൽ കാണാനില്ല. അത് ഈ പേപ്പറുകാരുടെ കുറ്റമാ. അവർക്കെന്നെ ഫോട്ടോ ഒന്നും വിട്ടിട്ടാലേ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നേതാക്കന്മാർക്ക് പാർപ്പിച്ചിട്ട് ഇമ്മ വല്ല പണത്തിനോ മറ്റോ വന്നതാണെങ്കിൽ ആവശ്യമുള്ള കൊടുത്തേക്ക്. ഡാഡി, ഞാൻ നിങ്ങളുടെ മുൻപിൽ പിക്ചർ ഒന്നും വന്നതല്ല. ദേവി, അതിനായിട്ട് നിനക്ക് ഇവിടെ വരാം. മറ്റുള്ളവരുടെ മുമ്പിൽ എന്റെ മകൾ കൈനീട്ടരുതല്ലോ. ഡാഡി, ഇവിടെ ഒന്നല്ല, ഞാൻ എവിടെയും കൈനീട്ടില്ല. ഞാൻ തെരഞ്ഞെടുത്ത എന്റെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ ഞാൻ തന്നെ അനുഭവിക്കും. പക്ഷെ ഒന്ന് ഞാൻ പറയുന്നു, ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ഭർത്താവിനെ ഡാഡിയേക്കാൾ വലിയവനാക്കും. ഇപ്പൊ ഞാൻ പോകുന്നു. ഒരിക്കൽ ഞാൻ വരും. എന്റെ ഭർത്താവ് മൊത്ത് ലക്ഷാധിപതിയായി, അല്ല കോടീശ്വരിയായി. പാകിസ്ഥാൻ നിൽക്കുമ്പോ എനിക്ക് വല്ലാതെ വിശക്കുന്നു. ചോറ് വിളമ്പ് ദേവി. ഞാനോ ദേഹത്തേക്ക് വെള്ളം ഒഴിച്ചിരിക്കുന്നുണ്ട്. മനുഷ്യ, ഇരുട്ട് വെളുപ്പില്ലാതെ ഉണ്ണാനും ഉറങ്ങാനും മാത്രം പഠിച്ചവൻ നിങ്ങളൊരു പുരുഷനോ? ഈ വീട് എങ്ങനെ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾക്ക് വിശക്കുന്നുണ്ടല്ലേ? എന്നെ വിറ്റാൽ നിങ്ങൾക്ക് ശാപ്പാട് തരാം. ഇതാ പാൻറ്. കുളിക്കണ്ട, നീണ്ടു പോകരുത്. ഒരക്ഷരം പറഞ്ഞ എനിക്ക് എന്ത് ദേഷ്യം വരാമെന്നറിയാമോ? ഇടോ ഈശ്വര, ഞാൻ എന്ത് ചെയ്യും? പട്ടാ പകലെങ്കിലും ഈ നാട്ടിൽ പോയി പണിയെടുക്കുന്നവർ നോക്കും, പണം സമ്പാദിക്കുന്നവർ നോക്കും. രാത്രിയെല്ലാം പറയുന്നില്ലേ സൂര്യനെ പറ്റി? അതെങ്ങനെ ഒന്നും പുറത്തേക്ക് ഇറങ്ങി നോക്കും. അറിയും കാണും. മര്യാദ പോലില്ല. പകലി വീട്ടിൽ കണ്ടുപോയാൽ ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് തന്നെ അറിയില്ല. ഈശ്വര, എനിക്ക് വിശക്കുന്നുണ്ടെങ്കിലും ഒരു കുന്തമില്ല. പച്ച വെള്ളം തരില്ലേ? പോകാനല്ലേ പറഞ്ഞത്? പോയിട്ട് പോരെ.
ദേവി ദേവി മോളെ ദേവി 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 എന്നാ, ഈ വെള്ളം കുടിക്ക്. വാ തുറന്ന് 4 പ്രസംഗം കാച്ചിരുന്നെങ്കിൽ 10 കാശെങ്കിലും കിട്ടുവാൻ. കഴിയില്ല, എനിക്കതിന് കഴിയില്ല. പിന്നെ ജീവിക്കാൻ എന്താ വഴി? ഒരു വഴിയും കാണുന്നില്ല. ഞാനൊരു വഴി കാണുന്നുണ്ട്. എന്താടാ? നമുക്ക് 2 പേർക്കും കെട്ടിപ്പിടിച്ച് ഈ വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യാം. പത്രത്തിൽ വാർത്ത വരും, ഫോട്ടോ സഹിതം. തന്റെ ഭാര്യയ്ക്ക് സന്തോഷമാണ്. ക്ലോസ് യുവർ ഡേർട്ടി മൗത്ത്. ബ്യൂട്ടി മൗത്ത്. അശനെ അശനെ നോക്കി. എന്താടാ? ഇനി ഒരു ബെസ്റ്റ് ഐഡിയ. നമുക്ക് 2 പേർക്കും കാഷായ വസ്ത്രം ധരിച്ച് സന്യാസിയാകാം. ആഹാരത്തിന് ഒരു മുട്ടും വരത്തില്ല. ഫ്രോഡ് പണിക്ക് ഞാനില്ല. എന്നാ പിന്നെ അമ്മായിയപ്പന്റെ കാല് പിടിച്ച് നമുക്ക് കുറച്ച് കാശ് തരാൻ പറയും. നമുക്ക് ചാരായ കച്ചവടം നടത്തി ജീവിക്കാം. അല്ല പോണാ. ഞാൻ നിന്നെ പോലെയല്ല. എന്റെ രക്തം O പോസിറ്റീവ് ആണ്. ആരുടെയും കാല് പിടിക്കാൻ എന്നെ കിട്ടില്ല. കാല് നീ പിടിക്കണ്ട, ഞാൻ പിടിക്കാം. എന്റെ രക്തം B നെഗറ്റീവാ. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമല്ലോ. പണവും പദവിയും ഒരുപാട് സമ്പാദിക്കണമെന്ന് പറഞ്ഞാണ് അവൾ എന്റെ കൂടെ ജീവിക്കാൻ വന്നത്. അവൾ പറയുന്നത് ഞാൻ കേൾക്കൂ. പോടാ. എടോ, ഭാര്യ പറയുന്നതൊക്കെ കേട്ട് ജീവിക്കാൻ തനിക്ക് നാണം. ഭാര്യ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഭരിക്കപ്പെടേണ്ടവൾ എന്നാണ്. നിന്റെ നിയന്ത്രണത്തിലായിരിക്കണം നിന്റെ ഭാര്യ. എന്തിനെങ്കിലും എതിർത്താൽ നാളെ പടം കൊടുത്ത് നിലയ്ക്ക് നിർത്തണോടാ. നീ പറയുന്നത് പോലുള്ളൊരു സ്ത്രീ അല്ല എന്റെ ഭാര്യ. അവൾ പറയുന്നതിൽ എപ്പോഴും ന്യായം കാണും. അവൾ എന്നെ എന്തുകൊണ്ടാണ് എതിർക്കുന്നതെന്ന് അറിയാമോ? സ്നേഹം കൊണ്ട്. ഷീ ലവ്സ് മീ. ഒരു കാര്യം ചെയ്യും, നീ ഭാര്യയുടെ കഴുത്തിൽ തൂങ്ങി കിടന്നു. ഞാൻ പോവാ. ചില്ലറയുണ്ടോ? ഒരു 10 രൂപ. സ്വപ്പം സേവിച്ചിട്ട് കുറെ നാളായി. ആറ്റിൽ നിറയെ വെള്ളമുണ്ടല്ലോ, പോയി കുടിക്കേ. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടൂ. അതിൽ തോറ്റാൽ പോലും അഭിമാനിക്കാവുന്നതേ ഉള്ളൂ. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടൂ. അതിൽ തോറ്റാൽ പോലും അഭിമാനിക്കാവുന്നതേ ഉള്ളൂ. മുന്നേറാനുള്ള സന്ദർഭങ്ങൾ തനിയെ വരുന്നില്ല, നമ്മൾ തന്നെയാണ് അതുണ്ടാക്കേണ്ടത്. മുന്നേറാനുള്ള സന്ദർഭങ്ങൾ തനിയെ വരുന്നില്ല, നമ്മൾ തന്നെയാണ് അതുണ്ടാക്കേണ്ടത്. വിജയത്തിന്റെ ഉച്ചിയിൽ തിരക്ക് തീരെയില്ല, പോകൂ, പോയി പോരാടൂ. വിജയത്തിന്റെ ഉച്ചിയിൽ തിരക്ക് തീരെയില്ല, പോകൂ, പോയി പോരാടൂ. ഭാഗ്യം നമ്മുടെ കൂടെയാണ്. പക്ഷേ അധ്വാനിച്ചില്ലെങ്കിൽ അതൊരിക്കലും നമുക്ക് ലഭിക്കില്ല. ഭാഗ്യം നമ്മുടെ കൂടെയാണ്. പക്ഷേ അധ്വാനിച്ചില്ലെങ്കിൽ അതൊരിക്കലും നമുക്ക് ലഭിക്കില്ല. ദാമ്പത്യത്തിൽ പ്രമോഷനുണ്ട്, സന്യാസവും സാമർഥ്യവും. എന്റെ ഭർത്താവ് സാമർഥ്യശാലിയോ സന്യാസിയോ? ദാമ്പത്യത്തിൽ പ്രമോഷനുണ്ട്, സന്യാസവും സാമർഥ്യവും. എന്റെ ഭർത്താവ് സാമർഥ്യശാലിയോ സന്യാസിയോ? മനുഷ്യന്റെ പ്രവൃത്തി ഒന്നുകൊണ്ട് മാത്രമാണ് ചരിത്രമാകുന്നത്, മറ്റൊന്നും ആരും ഓർക്കാറേയില്ല. മനുഷ്യന്റെ പ്രവൃത്തി ഒന്നുകൊണ്ട് മാത്രമാണ് ചരിത്രമാകുന്നത്, മറ്റൊന്നും ആരും ഓർക്കാറേയില്ല. കുറച്ചേക്ക് തന്നെ. ചേച്ചി എന്തെങ്കിലും നടക്കുന്നത്? ഭാസ്കരൻ ഇനി വന്നില്ലല്ലേ? വന്നില്ലയോ? അതെങ്ങനെ വരും? 10 മണിക്ക് മുമ്പ് വീട്ടിൽ വരരുതെന്ന് പറഞ്ഞ് വിരട്ടി വിട്ടിരിക്കുക. ദേവി, എനിക്ക് വിശക്കുന്നു. വല്ലതും കഴിക്കാനുണ്ടോ? ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. വരൂ. ആദ്യം ഡ്രസ് മാറിയിട്ട് വരും. അല്ല, എന്തൊക്കെയാ വിഭവങ്ങളൊക്കെ? സാമ്പാർ, അവിയൽ, പച്ചടി, പരിപ്പ്, തോരൻ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടോ? പപ്പടം ഉണ്ടോ? ആ, ഒന്ന് തരും. ഡ്രസ് മാറിയിട്ട് വരൂ, എന്നിട്ട് ചോദിക്കൂ. ആ, നീ വിളപ്പിക്കും. നിൽക്കൂ. കഴിക്കുന്നതിന് മുൻപ് ഇതുണ്ടായത് എങ്ങനെയെന്ന് ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല ദേവി, സൂര്യനെ കണ്ണു തുറന്ന് നോക്കാൻ പറഞ്ഞയച്ചതല്ലേ നീ? ഇന്ന് മുഴുവൻ സൂര്യ എന്റെ തലയ്ക്ക് മേലായിരുന്നു. അധ്വാനിക്കുന്നവനെ ആഹാരമുള്ളൂ എന്ന് പറഞ്ഞ ലെനിന്റെ ഫോട്ടോ
തലയ്ക്ക് മുകളിൽ ഫ്രെയിം ചെയ്തു വെച്ച നിങ്ങൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഒരു നിമിഷം ശ്രമിച്ചിട്ടുണ്ടോ? ദേവി, അത് ഞാൻ... നിങ്ങൾ ഒന്നും പറയണ്ട. നിങ്ങൾക്ക് ഇവിടെ ആഹാരമില്ല. ഉണ്ടാക്കി തിന്നാൻ നിങ്ങൾക്ക് അർഹതയില്ല. ദേവി, എനിക്ക് വല്ലതും വേണം. ഭാര്യയോട് തെണ്ടുന്നതിനും കുറച്ച് അന്തസ് വേണം മനുഷ്യ. പുരുഷൻ അധ്വാനിക്കേണ്ടവനാണ്, പെണ്ണ് അതിന്റെ വില വർദ്ധിപ്പിക്കേണ്ടവളും. നിങ്ങൾ നിങ്ങളുടെ പങ്ക് ചെയ്ത് തീർത്തോ? ദൈവമേ, ഇനി എന്നെ പരീക്ഷിക്കണോ? ഒരു പെണ്ണായി പിറന്ന ഞാൻ ഇനി എന്ത് ചെയ്യും? ദേവി, എനിക്ക് വല്ലാതെ വിശക്കുന്നു. എന്തെങ്കിലും തരൂ. നിങ്ങൾ അധ്വാനിച്ചു കൊണ്ടുവരൂ, അത് ഞാൻ വച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞല്ലേ നിങ്ങൾ ഞാൻ അയച്ചത്? ദേവി, എന്തായി കാണിക്കുന്നത്? ദേവി, ഒന്ന് കിടക്കാനെങ്കിലും... വയറ് നിറച്ചുകൊണ്ട് മെത്തയിൽ കിടന്ന് ഉറങ്ങുന്നവന് ജീവിതത്തിന്റെ ദുഃഖം മനസ്സിലാവില്ല. തറയിൽ കിടന്ന് ഉറങ്ങിയാൽ മതി. എന്തിന്റെ പുറപ്പെടാ? സുഖമായ ഭക്ഷണവും ഭാര്യാസുഖവുമാണ് ആണുങ്ങളെ അലസന്മാരാക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഭാര്യയ്ക്ക് ആഹാരം കൊടുത്തിട്ട് മതി ആ സുഖമൊക്കെ. നടക്കല്ലേ, ഉണർത്തി ആഹാരം കൊടുക്കാം. അയ്യോ വേണ്ട, തൊട്ടാൽ മടിയനായി പോവും. വിശപ്പെങ്കിലും അവരുടെ കണ്ണു തുറക്കട്ടെ.